എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സമത്വ മുന്നേറ്റ യാത്രയുടെ മലപ്പുറം പര്യടന കാഴ്ചകളിലേക്ക് സ്വാഗതം. കോഴിക്കോടൻ മണ്ണിന്റെ ആതിഥ്യ മര്യാദയും ആവേശവും ആവോളം ആസ്വദിച്ചുകൊണ്ട് പര്യടനം തുടർന്ന സമത്വ മുന്നേറ്റ യാത്ര 26-ാം തീയതി മലപ്പുറം ജില്ലയിലേക്ക് കടന്നു. ആവേശോജ്വലമായ സ്വീകരണമാണ് മലപ്പുറം സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് നൽകിയത്. സമസ്ത മുന്നേറ്റ യാത്ര കോഴിക്കോട് 2 സമ്മേളനങ്ങളാണ് നടത്തിയത്. ഒന്ന് വടകരയിലും ഒന്ന് കോഴിക്കോടും. ഞങ്ങളെല്ലാം എത്രയോ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ 1000 ഇരട്ടി. പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയിൽ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്കും സമസ്ത മുന്നേറ്റ യാത്രയ്ക്കും ഏറെ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിച്ച ഒരു ജില്ല. ബാനറും പോസ്റ്ററും ഞങ്ങളെല്ലാ പ്രസിദ്ധീകരണങ്ങളും തകർത്ത് തരിപ്പണമാക്കിയതിനുപരി ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഇലക്ഷൻ പ്രചരണം നടത്തുന്നത് പോലെ ഈ സമ്മേളനത്തിൽ പോകരുത് എന്ന് വളരെ നിർബന്ധപൂർവം പ്രവർത്തിച്ചു പാർട്ടി. എന്നിട്ട് പോലും ഞങ്ങളെയും മറ്റ് ബഹുജനങ്ങളെയും അതിശയിപ്പിക്കുമാറ് 10,000-കണക്കിന് ആളുകളാണ് ഈ വടകരയിലും കോഴിക്കോടും. ഓരോ സമ്മേളനം നടക്കുമ്പോഴും അത് ഓരോന്നിനേക്കാളും കവച്ച് വെച്ച് ഓരോ സമ്മേളനങ്ങൾ അഹമികയായി സ്ത്രീകളും പുരുഷന്മാരും ഇത് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ഒരുപാട് ഭയപ്പാടും ജീവിതത്തെ വരെ ഭയപ്പെടുത്തിയിട്ട് പോലും അതിനെല്ലാം അവഗണിച്ച് ഇത്രയധികം ആവേശം കാണിക്കുമ്പോൾ ഈ രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട, അവകാശം നിഷേധിക്കപ്പെട്ട ജനങ്ങളുടെ ഒരു വികാരം എന്തുമാത്രം അലതല്ലി ഉയരുന്നു എന്നത് ഇതിനെ വിമർശിക്കുന്നവരും എല്ലാ രാഷ്ട്രീയക്കാരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അവർ മനസ്സിലാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുകൊണ്ടാണല്ലോ ഇന്ന് UDF ആയാലും LDF ആയാലും ഒരേ സ്വരത്തിൽ ഇതിനെ ശക്തമായി എതിർക്കുകയാണ്. മാത്രമല്ല ഇന്ന് ശ്രീ ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിരിക്കുന്നു, ഇത് സംഘപരിവാറാണ് ഞങ്ങളെന്ന്. ഞങ്ങൾ സംഘപരിവാറല്ല, ഞങ്ങൾ ഹിന്ദുക്കളാണ്. ഞങ്ങളെല്ലാം ഹിന്ദുക്കളാണെങ്കിലും ജന്തുക്കളായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള വിഷമം. ഞങ്ങളിൽ എല്ലാവരും ഉണ്ട്. BJP-ക്കാരുണ്ട്, കേരള കോൺഗ്രസ്സുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്. അങ്ങനെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ വിശ്വാസികളിൽപ്പെട്ട എല്ലാവരും തന്നെ ഹിന്ദു വിഭാഗത്തിലുണ്ട്. അവരെല്ലാം ഒരേ മനസ്സോടുകൂടി അവർക്ക് ഈ രാജ്യത്ത് തുല്യനീതി കിട്ടുവാൻ KM മാണി പറഞ്ഞത് കഴിഞ്ഞ ദിവസം കേട്ടില്ലേ? ഞങ്ങളെ മുദ്രാവാക്യം നിങ്ങൾ ആ വരികൾക്കിടയിലൊന്ന് വായിച്ച് എൻ്റെ അർത്ഥം മനസ്സിലാക്കൂ. സമസ്ത മുന്നേറ്റ യാത്ര എന്താണ്? സാമൂഹ്യനീതി, അതായത് സമസ്ത മേഖലയിലും എല്ലാവർക്കും നീതി എല്ലാ മേഖലയിലും കൊടുക്കണം എന്ന് പറഞ്ഞാൽ മുസ്ലിമിന് കൊടുക്കരുതെന്നും ക്രിസ്ത്യാനിക്കുള്ളതെല്ലാം ഇങ്ങോട്ട് തരണമെന്നും അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാവർക്കും തുല്യനീതി കൊടുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. രാവിലെ 11 മണിയോടുകൂടി മലപ്പുറത്തെത്തിയ സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് മലപ്പുറം ജനത നൽകിയത്. ഗ്ലോബൽ നായർ സേവാ സമാജം രക്ഷാധികാരി ഭാസ്കരപിള്ള അധ്യക്ഷം വഹിച്ച യോഗത്തിൽ നിലമ്പൂർ SNDP യൂണിയൻ സെക്രട്ടറി ഗിരീഷ് മേക്കാട് സ്വാഗതം ആശംസിച്ചു. SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി യാത്രാ സന്ദേശം നൽകി. SNDP യോഗത്തിന്റെയും അതുപോലെ തന്നെ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ മുഴുവൻ ഐക്യത്തോടുകൂടി ഈ മാസം 23-ാം തീയതി കാസർഗോഡ് നിന്ന് നമ്മൾ ഈ റാലി തുടങ്ങിയുണ്ടായി. ഈ റാലി തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ SNDP യോഗം നേതാക്കന്മാരെയും അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു സമുദായങ്ങളുടെ നേതാക്കന്മാരെ എല്ലാം എങ്ങനെയൊക്കെ അവഹേളിക്കാൻ കഴിയുമോ അതിൻ്റെ പരമാവധി അവഹേളിക്കുന്ന അതല്ലെങ്കിൽ മാധ്യമങ്ങൾ മുഴുവൻ
ഉപയോഗിച്ചുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്ന അതല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. ആദ്യം SNDP യോഗം ഇതിന് നേതൃത്വം എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം കൊണ്ടുവന്നത് ഇവിടെ നമ്മുടെ ശാസ്ത്രീകാരന്റെ സമാധിയുമായി ബന്ധപ്പെട്ട് അതിനെതിരെ SNDP യോഗത്തിന് ബന്ധമുണ്ട്, ജനറൽ സെക്രട്ടറിക്കും എനിക്കുമൊക്കെ ബന്ധമുണ്ട് എന്നുള്ള നിലയിൽ വാർത്ത ചമച്ചുവിടുവാൻ മാധ്യമങ്ങൾ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. അതിന് ഏത് തരത്തിലുള്ള അന്വേഷണം നേരിടുവാനും നുണപരിശോധന ഉൾപ്പെടെ തയ്യാറാണ് എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും ഇവരാരും ഇതിന് തയ്യാറാകാത്തത് എന്തുകൊണ്ട് എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. കേരളം മുമ്പ് ഭരിച്ചിരുന്ന, കേരളം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മുഴുവൻ ഒറ്റക്കെട്ടായി നമ്മളെ എതിർക്കുമ്പോൾ ഏത് സമയത്തും ഇവർക്ക് അന്വേഷിക്കാവുന്നതാണ്. അത് അന്വേഷിക്കേണ്ട ആളുകൾ അന്വേഷിക്കാതെ ഇല്ലാത്ത കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ ചമച്ചുവിട്ട് നമ്മുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. അതുകൂടാതെ പിന്നെ എന്താണ് ഉണ്ടായത്? മൈക്രോ ഫിനാൻസിൽ ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ മാധ്യമങ്ങളിലൂടെ പല നേതാക്കന്മാർ മുഴുവൻ ഇവിടെ പ്രഖ്യാപനങ്ങളുമായി വരികയുണ്ടായത്. ഈ പറയുന്ന ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന VS അച്യുതാനന്ദൻ തന്നെ എത്രയോ പ്രാവശ്യം മൈക്രോ ഫിനാൻസിന്റെ വേദികളിൽ വന്ന് നമ്മുടെ വിതരണങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. SNDP യോഗം വളരെ വ്യക്തി, SNDP യോഗവും മൈക്രോ ഫിനാൻസ് തമ്മിൽ എന്താണുള്ള ബന്ധം എന്ന് പോലും അറിയാൻ വയ്യാത്ത ആളുകളാണ് ഇവര് എന്ന സത്യാവസ്ഥ നമ്മൾ തിരിച്ചറിയണം. SNDP യോഗവുമായിട്ടുള്ള ബന്ധം മൈക്രോ ഫിനാൻസിന് ആകെ ജനറൽ സെക്രട്ടറി കൊടുക്കുന്ന ഒരു കത്ത് മാത്രമാണ്. ആ കത്തിൽ പറഞ്ഞിട്ടുള്ളത്, അതായത് നിങ്ങളുടെ യൂണിറ്റുകൾ വന്ന് ഗ്രേഡിംഗ് നടത്തി ആ ഗ്രേഡിംഗ് കഴിയുമ്പോൾ ഇത്ര യൂണിറ്റുകൾക്ക് കൊടുക്കാം എന്ന് ബാങ്ക് തീരുമാനിച്ചു കഴിയുമ്പോൾ ആ ബാങ്കിന്റെ തീരുമാനത്തിനനുസരിച്ച് യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ഒരു കത്ത് കൊടുക്കും. യൂണിയന്റെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആ പണം എടുക്കുവാനും അത് മുഴുവൻ നമ്മുടെ കുടുംബ യൂണിറ്റുകളിലേക്കും മൈക്രോ യൂണിറ്റുകളിലേക്കും വിതരണം ചെയ്യുവാനുള്ള അനുവാദവും അതിനുള്ള ഗ്യാരണ്ടിയും മാത്രമാണ് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ഇന്ന് വരെ കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ ഒരു പേപ്പർ പോലും അതല്ലെങ്കിൽ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടും SNDP യോഗത്തിൽ വിചാരിച്ചാൽ പോലും നടത്തുവാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ചില യൂണിയനുകളിൽ മുൻകാലങ്ങളിൽ ഉൾപ്പെടെ കഴിഞ്ഞ 8-9 വർഷക്കാലം മുമ്പ് അടിമാലി യൂണിയനിൽ ഉൾപ്പെടെ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായിട്ട് അവിടെ യോഗം നടപടിയെടുത്ത് പുറത്തു കളയുകയും അവരെ പോലീസ് കേസ് കൊടുക്കുകയും അവർ ജയിലിലടച്ച് ആ പണം തിരിച്ചു വാങ്ങിച്ച് നമ്മുടെ വനിതകളുടെ അക്കൗണ്ടിലേക്ക് അടയ്ക്കുകയാണ് ഉണ്ടായത്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടുത്തെ സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ കാലത്ത് എത്രയോ പഞ്ചായത്തുകളുണ്ട്. ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ എന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേട് നടന്നാൽ അത് മുഖ്യമന്ത്രിയാണ് ഉത്തരവാദി എന്ന് പറയുന്ന പോലെയാണ് SNDP യോഗത്തെ പ്രതികൂട്ടിലാക്കുവാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ SNDP യോഗത്തിന്റെ മൈക്രോ ഫിനാൻസിൽ ആകെ പിന്നോക്ക വകുപ്പിന്റെ പണം മാത്രമാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അത് വെറും 4,91,00,000 രൂപ വരികയും ആ പണം കൃത്യമായി 39 യൂണിറ്റുകളിലേക്ക് വിതരണം ചെയ്ത എമൗണ്ട്, അതുപോലെ വിതരണം ചെയ്ത ഡേറ്റ്, അത് കൊടുത്ത ചെക്ക് നമ്പർ ഉൾപ്പെടെ ഇവിടുത്തെ മുഴുവൻ മാധ്യമങ്ങൾ കൊടുത്തിട്ടും അത് പ്രതിനിധീകരിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്രയുമേ പറയാനുള്ളൂ. ഇന്ന് വലിയ മതേതര സംഘടനയാണ് മുസ്ലിം ലീഗ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മുമ്പോട്ട് വരുമ്പോ നമ്മുടെ പ്രശ്നം എന്താണ്? യഥാർത്ഥത്തിൽ ഇവിടെ ഹിന്ദുക്കളുടെ കൂട്ടായ്മ ഉണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് തിരിച്ചറിയുന്നവരാണ് കേരളത്തിലെ മുഴുവൻ ഹിന്ദുക്കളും എന്ന് ഇവർ മനസ്സിലാക്കുവാൻ തയ്യാറാകണം. ഞങ്ങളൊരിക്കലും മുസ്ലിം സമുദായത്തിനോ ക്രിസ്ത്യൻ സമുദായത്തിനോ എതിരല്ല. ഈ രാജ്യത്ത് വിഭവങ്ങൾ ഭാഗിക്കുമ്പോൾ അത് ഇവിടുത്തെ രാജ്യത്തെ ജനസംഖ്യാനുപാതികമായി സാമൂഹിക നീതിക്ക് അധിഷ്ഠിതമായി ഈ രാജ്യത്തെ വിഭവങ്ങൾ വിഭജിക്കണം എന്ന് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് നൽകുകയില്ല എന്നാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും പറയുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് ആവശ്യമില്ല. ഇന്ന് നമ്മൾ ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് മത നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുന്നത് ഈ രാജ്യത്ത് വലിയ അപകടകരമാണെന്നാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ മതേതര സംഘടനയാണ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ജനങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും കിഴങ്ങന്മാരാണെന്നാണോ ഈ രാജ്യത്തെ രാഷ്ട്രീയക്കാരൻ മനസ്സിലാക്കുന്നത്? ഇന്ന് ഈ രാജ്യത്ത് സംഘടിതമായി നിന്നുകൊണ്ട് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തുള്ള നിലപാടുകൾ എന്താണ്? ഈ രാജ്യത്ത് ഹിന്ദുക്കളാണ് 95% ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ വോട്ട് ചെയ്തു എന്ന് പറയുന്ന ആളുകൾ ഈ പറയുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി എന്ത് ഇതുവരെ ചെയ്തിട്ടുണ്ട്? ഇവിടുത്തെ വിഭവങ്ങൾ മുഴുവൻ കൊടുത്തപ്പോൾ മലബാറിൽ വിദ്യാഭ്യാസ മേഖലയിൽ
ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത നിലപാട് എന്താണ്? 137ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ VSS ഇറങ്ങിപ്പോകുമ്പോൾ മലബാറിൽ വിതരണം ചെയ്യുകയുണ്ടായി. അത് മുഴുവൻ മുസ്ലിം സമുദായത്തിന്റെ കീഴിലുള്ള വ്യക്തികൾ നടത്തുന്ന ട്രസ്റ്റുകൾക്കാണ് ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ അനുവദിച്ചെടുക്കുകയുണ്ടായത്. പാലോളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന വലിയൊരു കുട്ടി ഈ രാജ്യത്ത് ഒരുപാട് വലിയ പരിഷ്കരണം നടത്തുകയുണ്ടായി. അത് മുഴുവൻ പാലോളി മുഹമ്മദ് കുട്ടിയുടെ സമുദായത്തിന് വേണ്ടി മാത്രമായിരുന്നു. കേരളത്തിൽ ആരാണ് ഇവിടെ മുക്രിക്ക് പെൻഷൻ കൊടുക്കുവാൻ തീരുമാനമെടുത്തത്? ആയിരങ്ങൾ മുക്രിക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി ജീവിച്ചു മരിച്ച കർഷക തൊഴിലാളിക്ക് വെറും ചില്ലറ കാശുകൾ മാത്രമാണ് എന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 1ാം ക്ലാസ് മുതൽ പഠിക്കുന്ന ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും കുട്ടികൾക്ക് ഇവിടെ ആയിരങ്ങളും 10,000ങ്ങളും സ്കോളർഷിപ്പ് കൊടുക്കുവാൻ ഈ പാലോളി മുഹമ്മദ് കുട്ടിയുടെ കമ്മീഷന്റെ നേതൃത്വത്തിൽ തീരുമാനമെടുക്കുകയുണ്ടായി. അതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് IAS IPS ട്രെയിനിങ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയുണ്ടായി. ആ സ്ഥാപനങ്ങളിലെല്ലാം ഈ മുഹമ്മദ് കുട്ടിയുടെ സമുദായത്തിൽപ്പെടുന്ന ആളുകൾക്ക് 50% അവരെ പഠിപ്പിക്കണമെന്ന് മുഹമ്മദ് കുട്ടി തീരുമാനിച്ചപ്പോൾ അതിന് കൈകൊട്ടി കൊടുത്തവരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇത്രയും വർഷങ്ങൾ ഞാൻ ഉൾപ്പെടെ SNDP യോഗത്തിൽ സജീവമാകുന്നതിന് മുമ്പ് SFIയുടെ സജീവ പ്രവർത്തകരായിരുന്നു. സ്കൂളിലെ ചെയർമാൻ ഉൾപ്പെടെ ആയിരുന്നവരാണ് ഞാനും. അതുപോലെ ഇന്ന് വേദിയിലിരിക്കുന്ന അതല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഓരോരുത്തരും എടുത്തു നോക്കിയാൽ അതിലേതാണ്ട് 90%-ഓളം പഴയ DYFI-കാരനും പഴയ SFI-കാരനുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കമ്മ്യൂണിസ്റ്റുകാരൻ ആവശ്യമില്ല. പക്ഷേ ഞങ്ങൾ ഇന്ന് തിരിച്ചറിവുള്ളവരാണ്. ഞങ്ങളോട് കാണിച്ച അവഗണന ഇന്ന് ഇടതും വലതും കോൺഗ്രസുകാരൻ ഒട്ടും പുറകോട്ടല്ല. ഇന്ന് കോൺഗ്രസുകാരൻ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നിവിടെ മുക്രിക്ക് ഇവിടെ ലക്ഷങ്ങൾ അവന് ഭവനമില്ലെങ്കിൽ ഇവിടെ പലിശരഹിത ലോൺ കൊടുക്കുവാൻ തീരുമാനമെടുക്കുകയുണ്ടായി. വലിയ മതേതരത്വം പറയുന്ന ഇവിടുത്തെ മുസ്ലിം ലീഗ് എടുത്ത മറ്റൊരു തീരുമാനം എന്ന് പറയുന്നത് എന്താണ്? 51% മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അന്ന് തന്നെ പേര് മാറ്റണം. മാപ്പിള ഗവൺമെന്റ് സ്കൂള് എന്ന് പേരിടണം എന്ന നിയമം ഉണ്ടാക്കിയ ഇവിടുത്തെ മുസ്ലിം ലീഗിന് അവരുടെ വെബ്സൈറ്റിൽ നിങ്ങളൊന്ന് ചെറുതായി പോയെന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒരു മതേതരത്വവും അതിൽ പറയുന്നില്ല. മുസ്ലിം സമുദായത്തിന്റെ വളർച്ചയ്ക്കും അവരുടെ അഭിവൃദ്ധിക്കും വേണ്ടി തന്നെയാണ് ഞങ്ങളുടെ ഈ സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് അവരുടെ വെബ്സൈറ്റിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അപ്പോഴാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും ഇവിടുത്തെ കോൺഗ്രസുകാരനും മുസ്ലിം ലീഗിന്റെ നേതാക്കളും പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മതേതര സംഘടന എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിരിക്കുകയല്ലാതെ എന്ത് മറുപടി പറയാൻ കഴിയും?